ഇത് കെ പത്മരാജൻ. ഓൾ ഇന്ത്യ ഇലക്ഷൻ കിങ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. വിശേഷണത്തിൽ കാര്യമുണ്ട്. 70 വർഷം പൂർത്തിയാക്കിയ സ്വതന്ത്ര ഇന്ത്യയിൽ ഇദ്ദേഹം 178 തവണയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. നിയമസഭ മുതൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരെ മത്സരിച്ചു. ഇപ്പോൾ ജയലളിതയും ഇ അഹമ്മദും മരണപ്പെട്ട മണ്ഡലങ്ങളിൽ പത്രിക നൽകി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എൻ്റെ പേര് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ അബ്ദുൽ കലാം, KR നാരായണൻ, കൃഷ്ണകാന്ത്, നരസിംഹറാവു, ജയലളിത, കരുണാനിധി, AK ആന്റണി, വയലാർ രവി, യെഡിയൂരപ്പ, ബംഗാരപ്പ, SM കൃഷ്ണ, വിജയ് മല്യ, നരേന്ദ്രമോദി ഇവർക്കൊക്കെതിരെ മത്സരിച്ച് തോറ്റ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഗിന്നസ് ബുക്കിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയാണ്. തോറ്റ് ഗിന്നസിലെത്തുമെന്നാണ് തിരഞ്ഞെടുപ്പ് രാജാവിൻ്റെ പ്രതീക്ഷ. നരസിംഹറാവുവും സ്വാമി അയ്യപ്പനുമാണ് തന്നെ ഇങ്ങനെയാക്കിയതെന്ന് പത്മരാജൻ പറയുന്നു. 1991 എന്നെ കിഡ്നാപ്പിംഗ് ടു ആന്ധ്രാപ്രദേശ്, നരസിംഹറാവിനെ എഗെയിൻസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇത് ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്. അപ്പോൾ ഭഗവാൻ അയ്യപ്പൻ രക്ഷപ്പെടുത്തി എന്നുള്ള നിലയ്ക്കാണ് അതിനുശേഷം പിന്തുടർന്ന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം. തമിഴ്നാട് സേലം സ്വദേശിയായ ഇദ്ദേഹം പഞ്ചരക്കട നടത്തുകയാണ്. ഒരു തിരഞ്ഞെടുപ്പിലും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതുവരെ 25 ലക്ഷം രൂപ ചിലവഴിച്ചുവെന്നാണ് തിരഞ്ഞെടുപ്പ് രാജാവിൻ്റെ കണക്ക്. ഇങ്ങനെ പോയാൽ രാജാവ് പാപ്പരാകാൻ അധികകാലം വേണ്ടിവരില്ല. മുഹമ്മദ് നൗഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.